എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മണാലി കാണാൻ വന്നതാണ്. ഇപ്പോൾ ഇന്നലെ രാത്രികാലത്ത് കുറച്ച് വീഡിയോ ഉണ്ട്, അദ്ദേഹം കാണിക്കാം. ഇപ്പോൾ നേരം വെളുത്തു, നമ്മൾ പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ റൂമിലാണ് താമസിച്ചത്. മണാലിയിൽ നിന്ന് കുറച്ച് കണ്ട് പോരണം. അടൽ ടണലൊക്കെ കഴിഞ്ഞിട്ട് ചിത്തു എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടുന്ന് ഒരു അടൽ ടണലിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ഇങ്ങോട്ട് വരണം. ഇവിടെ നമുക്ക് മഞ്ഞ് ഉള്ളത്. അത് കാണാൻ വേണ്ടി നമ്മൾ വന്നാണ്. ഇവിടെ ഈ റൂമിലാണ് സ്റ്റേ ചെയ്തത്. നമ്മൾ ബൈക്ക് എടുക്കണം. ബൈക്ക് എടുത്തിട്ടാണ് വന്നത്. ബൈക്ക് എടുത്തിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. മണാലിയിൽ പെട്രോൾ അടിക്കാൻ കയറിയതാണ്. ഇതേക്ക് എടുക്കണം. ഒരു കേരള വണ്ടി കോട്ടയത്തേരാണ്. ഓക്കെ, കോട്ടയത്ത് എവിടെയാ? എവിടെ കോട്ടയത്ത്? തേക്കത്താണല്ലേ. കുറച്ച് കുതിരകള് തീറ്റ കഴിഞ്ഞിട്ട് പോകുന്നു. നല്ല രസമുണ്ട്. ഇപ്പൊ നമ്മള് അടൽ ടണലിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഇപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മഞ്ഞൊക്കെ പെയ്ത് തുടങ്ങിയിരിക്കുന്നു. അല്ലാണ്ടൊന്നും മഞ്ഞായിട്ടില്ല. ഇവിടെയൊക്കെ മഞ്ഞായി തുടങ്ങിയതാണ്. മക്കളെ മണാലിന് സ്ലോ വീണിട്ട് കണ്ടില്ലേ? കാർമൊക്കെ വീണു. ഇത് വീണ് കൊണ്ടിരിക്കണേ. നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റതാണ്. മണാലിയില് സ്നോ വീഴ്ച തുടങ്ങി. നോക്കിയേ, അപ്പൊ നമ്മള് പോർക്കറ്റിൽ നിന്ന് എണീറ്റ് വന്നതാണ്. അപ്പോൾ നമ്മളവിടെ കൂടുന്നത് ക്യാമ്പസ് ടർബില്ലയുടെ ആൾക്കാരാണ്. അസീബൊക്കെയാണ് നമ്മളവിടെ കൂടുന്നത്. ഇപ്പൊ എന്ത് കാണിക്കാനാണ് കൊടുക്കുന്നത് എന്ന് ഞാൻ കാണിച്ചേ. നോക്കൂ, സ്നോ. അതെ, സ്നോഫോള്. അപ്പോൾ മണാലിയിലേക്ക് വരേണ്ടവർക്ക് പെട്ടെന്ന് പോന്നു തുടങ്ങാം. ഇപ്പോൾ ലൈവായിട്ട് ഇങ്ങനെ തെന്നോണ്ടിരിക്കും. അതാണ് കാരണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വരുമ്പോൾ നമുക്ക് എല്ലാതും കാണാം. അധികം ട്രാഫിക്കോ കാര്യങ്ങളോ ഇല്ല. സ്റ്റാർട്ടിംഗ് ആണ്. റോഡൊക്കെ ഇപ്പോൾ ക്ലീനാണ്. ഇതേപോലെ കണ്ടല്ലേ, സ്നോഫാള് നിങ്ങൾക്ക് കിട്ടും. എല്ലാ കാഴ്ചകളും കാണാം. അസീബ്ഖാനെ കോണ്ടാക്ട് ചെയ്യാം. ബാക്കി ഞാൻ പുറകെ കാണിക്കാം. അസീബ്ഖാന്റെ വില്ലയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നേരൊക്കെ ഒന്ന് വെളുത്തോട്ടെ. ഓക്കെ, വെളുക്കും. അപ്പോൾ സമയം ഏതാ? 5 മണിയായി. 5 മണി ആവുന്നുള്ളൂ. നല്ല സ്നോഫാളും ഉണ്ട്. അതല്ല ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ഉണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. മറ്റേ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല. നല്ല തണുപ്പാണ്. ഞാൻ വിചാരിക്കും പിന്നെ ഐസ് വീഴുമ്പോൾ പിന്നെ തണുപ്പില്ല. കാരണം എന്താ പറയുക, രീതിയിൽ എടുക്കാൻ പറ്റില്ല. ഇതിൽ ഞാൻ ഗ്ലൗസ് ഇട്ടില്ല. ഭയങ്കര തണുപ്പ്. ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ബൈക്കിൻ്റെ അവസ്ഥത്തെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. സ്റ്റാർട്ടിങ് ആയിട്ടുള്ള മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുക കേട്ടോ. എന്ത് സുന്ദരാണ്. അടിപൊളി ഉണ്ടല്ലോ. നല്ല മഞ്ഞൊഴിച്ച ഉണ്ട് കേട്ടോ. അപ്പോൾ ബൈക്ക് വീണു ശ്രദ്ധിക്കണം. നല്ല ഐസായിട്ടുണ്ട് റോട്ടിലൊക്കെ. ചിലപ്പോൾ കെട്ടിമറിഞ്ഞ് വീഴാനും സാധ്യതയുണ്ട്. ഒരു നായ വരുന്നുണ്ട് കാണിക്കാൻ കേട്ടോ.
വെയിൽ വന്ന കാരണം കുറച്ച് ഐസൊക്കെ പോയി. എന്നാലും ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം പോവാൻ. അപ്പോൾ തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടൽ ടണലിൻ്റെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നത് ഹസീബാണ്. ആളിവിടെ ഹോം സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിലും സ്റ്റേയും അതുപോലെ ഇവിടെ മൊത്തം ആൾ കാണിച്ചു തരും. ഇവർക്ക് ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇവർ കുറേ എത്ര വർഷമായി ഇവിടെ? 5 വർഷത്തോളമായിട്ട് അസീബ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അസീബിൻ്റെ കോണ്ടാക്ട് നമ്പർ നമ്മൾ തരാം. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എവിടെ വേണം, എത്ര ദിവസം വേണം, പിന്നെ പാക്കേജ് എന്നുള്ളതൊക്കെ നിങ്ങൾ പറയാം, നമ്മൾ ചെയ്തു തരും. പിന്നെ അസീബ് ഉള്ളത് ഒരു വില്ലേജിലാണ്. നല്ല നമ്മൾ പറയാ ഈ വില്ലേജിലാണ്, നാച്ചുറൽ വില്ലേജിൽ. അതുപോലെ ഈ ബഹളം കാര്യങ്ങളൊക്കെ മാറിയിട്ട് കുറച്ചൊരു ഉള്ളേരിയ. അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ഇടുന്നുണ്ട്. അത് ഇഷ്ടാവാ വേറെ വരും. ഇപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നാണ്. ഇവിടെ അടിപൊളി ക്ലൈമറ്റാണ്. വണ്ടികളൊക്കെ വരുന്നുണ്ട്, സ്നോബോളുണ്ട്. അതുപോലെ ടൂറിസ്റ്റ് ഇപ്പോൾ കുറവാണ്, അധികമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ റോഡും കാര്യങ്ങളൊക്കെ ഫുള്ളാവും, ബ്ലോക്കാവും. വണ്ടികളൊക്കെ വരാൻ നമുക്ക് മെല്ലെ എഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ. ഇപ്പൊക്കെ വരുന്നവർക്ക് നല്ലതാണ് അല്ലേ. അപ്പോൾ വരുന്നവരുണ്ടെങ്കിൽ അസീബിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ അവിടെ ടണലിൻ്റെ അപ്പുറത്ത് പോയി ശിശുവിൽ പോയിട്ട് തിരിച്ച് മണാലി മാൾ റോഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഐസോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എന്താ പറയുക, ഐസൊന്നും ഇവിടെ എത്തിയിട്ടില്ല. അടുത്ത മാസമൊക്കെ ആയിട്ട് വരും തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്.